രഘുരാമ, നീ ഒരു നിയോഗത്തിന്റെ നിമിത്തമാണ്. നീ അറിയാതെ എത്തിയിരിക്കുന്നത് ശാന്തിയുടെ ഗിരിശൃംഗങ്ങളിലാണ്. പൂർവ്വജന്മത്തിൽ നിങ്ങൾ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അറിയില്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലും താൻ ആരായിരുന്നു എന്ന് അറിയാവുന്ന ഒരു കുട്ടി എന്നോടൊപ്പം ഉണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. പേരെന്താ? റാം വിശേഷം. റാം വിശേഷം. നല്ല പേര്. റാം വിശേഷം പൂർവ്വജന്മത്തിൽ ആരായിരുന്നു? രാജാവ്. രാജരക്തമാണോ? ISI മുദ്രയുള്ള രാജരക്തം. രാജാവേ, കാത്തുകൊല്ലണേ കരകാമൻ രാജാവേ. അമ്മേനെ ഞാൻ ഇവിടുത്തെ ഒരു പാവം പ്രജയാണ്. കൈവിടരുതേ കരകാമൻ രാജാവേ. രാജാവാ? ഏത് രാജ്യത്തെ? കൊച്ചി രാജ്യത്തെ. ഞങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാരാണ്. എവിടുത്തെ? ഒഡീഷ, ആന്ധ്രാപ്രദേശ് മിക്സ്ഡ് ആയിട്ട്. അപ്പൊ നമുക്ക് പരസ്പരം മിണ്ടി പറഞ്ഞൊക്കെ പോകാനല്ലേ? ഗുരുജിയെ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ഗുരുജി അല്ലല്ലോ മോനോട് പറഞ്ഞ ആരാ? പ്രപഞ്ചം. ഇത് കുറേ സമയമുണ്ട്, പക്ഷെ നല്ല രസമാണ്, ചിരിച്ചു മരിക്കുക. ആ മെഡിറ്റേഷൻ ഗുരുജിയെ പഠിപ്പിച്ചു തന്നെ ഉള്ളു. പ്രപഞ്ചം എങ്ങനെ പറഞ്ഞു? പ്രപഞ്ചം പറഞ്ഞു. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. 500 വർഷം കഴിഞ്ഞിട്ടാണോ വീണ്ടും പുനർജനിച്ചത്? അതെ. അപ്പൊ ഇത്രയും കാലം എവിടെയായിരുന്നു ഈ ആത്മാവ്? ആത്മാവ് സൂക്ഷ്മലോകത്ത്. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. നായരേട്ടാ, വെറുതെ അതും ഇതൊന്നും പറയണ്ട കേട്ടോ. ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. എന്താണ് പ്രപഞ്ചം എന്താണോ പറയണത് അത് കേട്ട് നടന്നാൽ മതി. അത്ര എനിക്ക് പറയാനറിയൂ. നീ അങ്ങനെ പറയൂ, നീ ആ മേനോന്റെ രക്ത. പക്ഷെ അവനുണ്ടല്ലോ ഉണ്ണി, അവൻ മേനോന്റെ മോനാണെങ്കിലും ക്ഷത്രിയ രക്ത. ഇപ്പൊ മോൻ പറയുന്നു പൂർവ്വജന്മത്തിൽ രാജാവായിരുന്നു. വിശ്വസിക്കുന്നുണ്ടോ അമ്മ? വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം ഗുരുജിയാണ് ഞങ്ങൾ ഗുരു. എനിക്ക് ഒരുപാട് അനുഭവങ്ങളും. നിങ്ങളും ഇരുന്നോളിക്കോളുക. നമ്മുടെ ഉള്ളിൽ ഇപ്പൊ അത്തരം മോഹങ്ങളൊന്നും ഇല്ല. പിന്നെ ദേവി വിളിച്ചാൽ പറ്റില്ല എന്നെങ്ങനെയാ പറയാ? ഗുരുജിയെ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അകക്കണ്ണാൽ ഹിമവൽ ചൈതന്യ സ്വാമിജി എല്ലാം കാണും, അറിയും. സുനാമി വരുമെന്ന് പ്രവചിച്ചു, വന്നില്ലേ? മോനെ ഗുരുജി പറ്റിച്ചോണ്ടിരിക്കുകയാണ്. തസ്മൈ ഗുരുജി നിങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ. അത് മോന്റെ മാത്രം വിചാരമല്ല. മോന്റെ ഇവിടെ 4 പേരും ഉള്ളില്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാപ്പാക്ക് തന്നെ, ഉപ്പാപ്പാക്ക് തന്നെ. ഓ, അപ്പൊ പാരമ്പര്യമായിട്ടുള്ളതാ. ഉമ്മക്കില്ലേ? ഉമ്മാക്ക് ഉണ്ട്, സ്ത്രീകളുടെ ഇടയിൽ ചെറിയ തോതിൽ, എന്നെ പോലെ വിപുലമായിട്ടില്ല. എത്ര ദിവസം കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്? ഞാനൊരു 25 ദിവസം. ആരും കണ്ണു തുറക്കരുത്. എന്ത് ശബ്ദം കേട്ടാലും ജപം നിർത്തരുത്. ചേട്ടൻ ആരായിരുന്നു കഴിഞ്ഞ ജന്മത്തി? ഞാൻ സൂര്യലോകത്തെ ഒരു നർത്തകിയായിരുന്നു. ശരിക്കും സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? സൂര്യലോകം എന്ന് പറഞ്ഞ ലോകമുണ്ടോ? ഉണ്ട്. കരിയ പോലെ നിങ്ങളൊക്കെ? ഞാൻ പോയിട്ടുണ്ട്, ഞാനവിടെ പോയിട്ടുണ്ട്. സൂര്യലോകത്തോ? അണ്ണാ, ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്റെ വക. കൊണ്ടുപോവാന്ന് പറ. ഇനി എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പൊട്ടനാ? അതെങ്ങനെ ഇരിക്കും? നമ്മള് സിനിമയിൽ കാണുന്ന അതേ ഒരു സെറ്റപ്പ്, ഒരു രാജ സദസ്, ഒരുപാട് ദേവി ദേവന്മാരുണ്ടാവും. ഫ്രണ്ടില് സൂര്യ ഭഗവാൻ ഉണ്ടാവും. ഇതുവരെ ശരിയാണോ കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാ. പക്ഷെ അത് ഭയങ്കര ഫിറ്റായി പോട്ടാ. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി നിരീക്ഷില്ല. ആശ്ചര്യം എന്ന് പറഞ്ഞാ മതി. പകൻ തടിച്ചുട്ടോ. ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. എന്നാലും കരയിൽ നിന്ന് അവൻ കാശുണ്ടാക്കുന്നുണ്ട്, ഡാൻസ് പഠിപ്പിച്ചിട്ട്. 12 കുട്ടികളുണ്ട്. ക്ഷമിക്കണം, ഞാൻ അറിയാതെ. അറിയാതെയോ? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ പറ, എനിക്കറിയില്ല.
ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഡാൻസ് ചെയ്യുകയാണ് ഇരുന്നുകൊണ്ട്. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. കേവലം തുള്ളലല്ല നാടോടി നൃത്തം, അതൊരു തപസ്യ. ആ നൃത്ത സാഗരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറടങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂളിയാൽ ചിന്തേറിട്ട് കളയും ഞാൻ. എന്തോ അതെ. ഭാര്യ ഇത് കാണുമ്പോ എന്താ പറയാ? ഭാര്യ മെഡിറ്റേഷൻ ചെയ്യുന്നു. കഷ്ടം, എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. എനിക്കും വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ ഉണ്ടോ? വ്യത്യസ്തമായ അനുഭവം. 41 ദിവസം മെഡിറ്റേഷനിൽ എനിക്ക് നൃത്തം എല്ലാം ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ രണ്ടാളും ഒരേ ലെവലാ. അല്ലെങ്കിൽ രാജാവാവാങ്കി എനിക്ക് മന്ത്രിയാവാം. ആരെവിടെ പറഞ്ഞു പരമേശ്വരൻ കാണാമോ? എന്തായിരുന്നു രൂപം? ഈ മെഡിറ്റേഷനിൽ ഓരോരോ രൂപത്തിലാണ് ഭഗവാൻ വന്നത്. നീല നിറത്തില് കഴുത്തേല് മൂർഖം പാമ്പിനൊക്കെ ചുറ്റി മുടി നീട്ടി വളർത്തി തലേന്ന് ഗംഗേനെ ചാടിച്ചിട്ട് ഈ കാലണ്ടറിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ പാർവതിയുടെ ഹസ്ബൻഡ് ഗണപതിയുടെ അപ്പൻ പരമശിവൻ. ആ പീസിന് എവിടെ കിട്ടി? വഴി കിടന്ന് കറങ്ങായിരുന്നു. എന്നെ കണ്ടതാണ് മഹാഭാഗ്യം. രണ്ടുപേരും ഹനുമാനെ കണ്ടു. രണ്ടുപേരും കണ്ട ഹനുമാന്റെ രൂപം ഒന്ന് തന്നെയാണോ? അതിനുശേഷം ഹനുമാൻജി ന്യൂ മെഡിറ്റേഷനിൽ എനിക്ക് ഗത പരിശീലനമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. എന്താണ് ഡയമെൻഷൻ? ഡയമെൻഷൻ നമുക്കിപ്പോ 3rd ഡയമെൻഷനിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. നമുക്ക് കാണാം, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ അടുത്ത തലങ്ങളുണ്ട്. അപ്പോൾ ആ തലങ്ങളിലൂടെ പോയാലേ നമുക്ക് നമ്മുടെ ഗുരുക്കന്മാരെ സൂക്ഷ്മ ലോകത്തിൽ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. തോന്നും മനസ്സ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് അർപ്പിച്ചാൽ അങ്ങനെ ചോദിച്ചതായിട്ട് തോന്നും. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. ചേട്ടന്റെ അച്ഛനാണ്. അതെ. മോൻ പറയുന്നതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? 100%. അയാൾ മാത്രമല്ല, ആ കുടുംബം മുഴുവൻ സഹവാസികളാണ്. സത്യത്തിൽ ഇതൊക്കെ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ചെന്ന് പറയുമ്പോൾ അവരെന്താ പറയാ? ഏതാണ് നിന്നെ പോലെ മാറോ മാറോ ഇതിൽ നിന്നൊക്കെ മാറോ? ഈ പറയുന്ന രീതികളിൽ നിന്നൊക്കെ മാറോ? മാറാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ മാറാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല ആധാർമാർഗത്തിൽ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? കൂട്ടുകാരുടെ എന്ന് പറയുമ്പോൾ പ്രാന്തനെന്ന് വിളിക്കും. സങ്കടമില്ലേ? അവരെക്കാൾ നല്ല സന്തോഷം എനിക്ക് കിട്ടണ്ടല്ലോ മെഡിറ്റേഷനിലൂടെ. എല്ലാരും കേട്ടല്ലോ. അമ്പലത്തിൽ ദൈവന്മാരില്ല. നമ്മളെ അവര് ദൂരത്താണ് ഇരിക്കുന്നത്. ചേട്ടനോട് ചോദിച്ചു. അതെ. ഉറപ്പായിട്ടും അതിന് ഈ കളങ്കമില്ലാത്ത സംസാരമാണ് ഞാൻ സംസാരിക്കുന്നത്, എന്റെ മകൻ സംസാരിക്കുന്നത്. ഇപ്പൊ ഈ കൊച്ചു പയ്യൻ, ഈ രാജാവ് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ കൊച്ചു പയ്യന്റെ സംസാരം വളരെ കറക്റ്റാണ്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല അടിപൊളിയാ. ഇനി പ്രദേശത്തുണ്ട് നിന്നെ എന്നേക്കോ ഞാൻ പൂട്ടും. കൊണ്ടുപോയി കിടത്താ. ഇതിനൊക്കെ മറുപടി പറയേണ്ട ആള് തസ്മൈ ഗുരുജിയാണ്. ഞാൻ താങ്കളെയും തസ്മൈ ഗുരുജിയും ഒരുമിച്ചിരിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴല്ല, പിന്നീട്. ഏത് മാറാ രോഗവും മാറ്റുന്ന ഒരു നാടുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയാലേ രോഗം മാറുള്ളൂ. അതെവിടെയാ? അമേരിക്ക. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ് ഇതിന് പരിഹാരം ഇല്ല. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. ഈ ആസനങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ ഒരാഴ്ചത്തെ ക്രാഷ് കോഴ്സിനായി ആ കൗണ്ടറിൽ 3000 റിംഗറ്റ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. എന്ത് ഭീകരന്മാരാന്നാലോചിച്ചോക്കെ. അവന്റെയൊക്കെ മനസ്സിൽ ട്രിപ്പാണ് എഴുതി. ഇനി എല്ലാവർക്കും മടങ്ങാം. എനിക്ക് ജപം തുടങ്ങാൻ സമയമായി.